യുപിയിൽ കാറിൽ കൂട്ട ബലാത്സംഗം. കാൺപൂരിൽ ഓടുന്ന കാറിലാണ് 14 വയസ്സുകാരി ആക്രമിക്കപ്പെട്ടത്. എസ്ഐയും പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ചേർന്നാണ് ആക്രമിച്ചത്. സബ് ഇൻസ്പെക്ടർ അങ്കിത് മൗര്യ ഒളിവിലാണ്. കേസെടുക്കാൻ വൈകിയതിൽ സചേന്തി SHO ആയ വിക്രം സിംഗിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, ഗുരുതരമായൊരു പ്രശ്നമാണ്. 14 വയസ്സുകാരിയാണ് ഇര. പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ വിഷയം പുറം ലോകം അറിഞ്ഞത്? പൂജ, കൂട്ടബലാത്സംഗം എപ്പോഴും ഗുരുതരമാണ്, വളരെ അധികം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കൃത്യത്തിന് പിന്നിലുള്ള പ്രതികൾ അവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. ഒന്ന്, ഒരു SI തന്നെയാണ് അങ്കിത് കുമാർ. അതുപോലെ തന്നെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തനം ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിന് അതീവ ഗൗരവമായി ഈ ഒരു സംഭവത്തെ മാറ്റുന്നത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സച്ചേന്തി പ്രദേശത്ത്, അത് കാൺപൂരിലാണ്, ഉത്തർപ്രദേശിലെ. അവിടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ പെൺകുട്ടിയെ ആ വഴി വന്ന ഒരു സ്കോർപിയോയിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഈ രണ്ടുപേരും ചേർന്ന്. പിന്നീട് 2 മണിക്കൂറിന് ശേഷം, കാറിനകത്ത് വെച്ചാണ് ഈ കൂട്ടബലാത്സംഗം നടക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം പെൺകുട്ടിയുടെ ആരോഗ്യനില അത് മോശമായി എന്നുള്ള കാര്യം ഈ പ്രതികൾക്കും മനസ്സിലായോടെ വീണ്ടും തിരിച്ചു വന്ന് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് പെൺകുട്ടിയെ ഉപേക്ഷിച്ചത്. അതിനുശേഷം സഹോദരനാണ് പരിക്കേറ്റ് നിലത്ത് കിടക്കുന്ന പെൺകുട്ടിയെ കാണുകയും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ പോലീസിൽ പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൃത്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. ആദ്യം കുടുംബം പരാതി നൽകാൻ വേണ്ടി സച്ചേന്തി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ കേസെടുക്കാൻ വേണ്ടി വിസമ്മതിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു പോലീസുകാരനും അതുപോലെ തന്നെ പോലീസുകാരൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനുമാണ് പ്രതി, അല്ലെങ്കിൽ അവർക്കെതിരെയാണ് ഈ കുടുംബം പരാതി നൽകുന്നത് എന്നുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നീട് FIR രജിസ്റ്റർ ചെയ്തു. ആദ്യഘട്ടത്തിൽ ചില അജ്ഞാതർക്കെതിരെ, അതായത് ആരെന്ന കാര്യം കൃത്യമായി വ്യക്തമാക്കാതെയുള്ളൊരു FIR ആയിരുന്നു രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഈ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ചും DCPയുടെയും അതുപോലെ തന്നെ കാൺപൂർ സിറ്റി കമ്മീഷണറുടെയും എല്ലാം തന്നെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നു. ആരൊക്കെയാണ് ഈ കേസിന് പിന്നിലുള്ളത്, ഈ അക്രമത്തിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി അക്കമിട്ട് തന്നെ പേര് സഹിതം പറഞ്ഞു. അതിൽ പെൺകുട്ടിയുടെ മൊഴിയും നിർണായകമായിരുന്നു, അതുപോലെ തന്നെ സഹോദരൻ്റെയും വീട്ടുകാരുടെയും മൊഴി നിർണായകമായിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ വൈകി, അതായത് തിങ്കളാഴ്ച നടന്ന സംഭവമാണ്. ഇന്നലെയാണ് ഈ 2 പ്രതികളെയും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും. അതിന് പിന്നാലെ തന്നെ ശുഭരൻ എന്ന് പറയുന്ന ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു, കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന പോലീസുകാരൻ ബിത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചിരുന്ന SI ആണ്. അയാൾ ഒളിവിലാണെന്നുള്ള കാര്യം തന്നെ നിലവിൽ പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. അയാളുടെ വാഹനമാണ് UP 78JJ9331 എന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കോർപിയോ. ഈ സ്കോർപിയോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്കോർപിയോയുടെ അകത്ത് വെച്ചായിരുന്നു ഈ കൂട്ടബലാത്സംഗം തിങ്കളാഴ്ച രാത്രി നടന്നത്. പക്ഷേ എന്തായാലും ഈ പോലീസുകാരനെ, മുഖ്യപ്രതിയായിട്ടുള്ള ഈ അങ്കിത് കുമാർ മൗര്യയെ പിടികൂടാനായിട്ടില്ല. 4 സംഘങ്ങളായി കാൺപൂർ പോലീസ് തിരിഞ്ഞിട്ടുണ്ട് ഈ പോലീസുകാരനെ പിടികൂടാനായിട്ടും. ഉടൻ തന്നെ പിടികൂടുമെന്നുള്ള പ്രതികരണം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്.